വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 2, 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാന്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും. അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചുവെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. വചന വിചിന്തനം. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയാണ് സുവിശേഷത്തിൻ്റെ പ്രമേയം. 3 രൂപകങ്ങളിലൂടെയാണ് ഫരിസേയരുടെ ചോദ്യത്തിന് യേശു മറുപടി നൽകുന്നത്. മണവാളൻ ഉള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കേണ്ടതില്ല. മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ അവർ ഉപവസിക്കും. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ, നാം പാപം ചെയ്യുമ്പോഴാണ് ഉപവസിക്കേണ്ടത്. അതുപോലെ പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കുന്ന രൂപകത്തിലൂടെയും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കുന്ന രൂപകത്തിലൂടെയും ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അപകടത്തിലേക്കാണ് യേശു വിരൽ ചൂണ്ടുന്നത്. ഇതിലൂടെ തുറന്ന മനസ്സും വിശാല ഹൃദയവും സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത യേശു എടുത്തു പറയുന്നു. യേശു പഠിപ്പിക്കുന്ന പുതിയ പഠനങ്ങൾ യഹൂദരുടെ പരമ്പരാഗതമായ പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പുതിയത് തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള മനസ്സ് ഉണ്ടാകണം. പരമപ്രധാനമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ലഭിക്കുന്ന പുതിയ ആശയങ്ങളോടും കാഴ്ചപ്പാടുകളോടും തുറവിയുണ്ടാകണം. അതുപോലെ പാപത്താൽ ക്രിസ്തുവിൽ നിന്ന് അകലുമ്പോൾ ഉപവാസം, പ്രാർത്ഥന, അനുതാപം എന്നിവയിലൂടെ നാം ആത്മീയ ശക്തി നേടണം.